ഇനി കേരളം കാണാൻ പോണ മഹാദുരന്തം മുല്ലപ്പെരിയാറാണോ? ഇനി കേരളം കാണാൻ പോണ മഹാദുരന്തം പല ഘട്ടങ്ങളാണ് സാറേ. കൊടും വേനൽ ഒന്ന്, തീരപ്രദേശങ്ങളുടെ അത് നമുക്ക് അത് നല്ല പ്രസക്തിയായ ചോദ്യം സാർ ചോദിച്ചത്. ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് പല രീതിയിലുള്ള അറ്റാക്കുകളായിരിക്കും, പല രീതിയിലുള്ള കാഷ്വാലിറ്റികളായിരിക്കും. ഇപ്പം മുണ്ടക്കൈ, നാളപ്പം ഈ വരാനിരിക്കുന്ന വേനൽക്കാലം നല്ല ഉഷ്ണമായിരിക്കും. കോഴിക്കോടൊന്നും ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് താപനം കൂടും. ആഗോള താപനം 1.4 എത്തിയിട്ടുള്ളൂ. വെറും 1.4 ഡിഗ്രി എത്തിയിട്ടുള്ളൂ. അതിന് 2-2.5 എത്തുമ്പോൾ ഇത്ര എങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ അതിനുള്ള കാഷ്വാലിറ്റി വൺ കാഷ്വാലിറ്റി ആയിരിക്കും. അതായത് നിങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല, മഴയത്ത് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല, എവിടെ എപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഇങ്ങനെ താളം തെറ്റിയ താരാട്ടുണ്ടല്ലോ, അത് കണ്ടീഷനാവും. ഒന്ന്, മുല്ലപ്പെരിയാറിന്റെ വിഷയം മുല്ലപ്പെരിയാർ പഠിക്കുമ്പോൾ 100,000 വർഷത്തിന് മുല്ലപ്പെരിയാർ പൊട്ടൂലെന്നാണ് തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നത്. കാരണം തമിഴ്നാടിന് അത് വെള്ളമെടുക്കണം. ഇവിടെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ജനങ്ങളെ എൻ്റെ ആഗ്രഹം എന്താ, നിങ്ങളുടെ പരിപൂർണമായ സന്തോഷവും സംതൃപ്തിയും സെക്യൂരിറ്റിയാണ് നിങ്ങൾ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? മുല്ലപ്പെരിയാറിനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഏത് ഡാമും, ഇടുക്കി ഡാമും, ചെറുതോണി, മുല്ലപ്പെരിയാർ, വണ്ടിപ്പെരിയാർ, ലോറപ്പെരിയാർ, പനംകുട്ടി, ഇടുക്കി ജില്ല കറക്റ്റ് കറങ്ങിയതാണ് ഞാൻ. എല്ലാ ഡാമുകൾക്കും 2 കെട്ടാണ്. ഒരു കെട്ട് അകത്തും ഉണ്ടാവും, ഒരു കെട്ട് പുറത്തും ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ റൂമും ഉണ്ടാവും, റൂമിൽ ട്യൂബിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാം. മുല്ലപ്പെരിയാറിന്റെ മെറ്റീരിയൽസ് കരിങ്കല്ലുകളാണ്. കരിങ്കല്ലിന് ലൈഫില്ല, ലൈഫ് ടൈം സമയമാണ്. അതെ. അപ്പം ഈ ഡാമിന്റെ കെട്ടിൽ ഒരിക്കലും കടൽ തീരം പോലെ വെള്ളം വന്ന് അടിച്ച് തള്ളൂല. ഇനിയിപ്പോൾ ഉരുൾപൊട്ടിയിൽ വരികയാണെങ്കിലും മലേന്നെ ഉരുൾപൊട്ടുള്ളൂ, ലെവലിലെത്തുമ്പോൾ ഉരുൾപൊട്ടൽ ശാന്താവും. വെള്ളത്തിന്റെ തോത് കൂടുകയുള്ളൂ. തോത് കൂടിയാലും ഇവന്റെ ജർക്കിങ് പവർ പോകും. അപ്പം മുല്ലപ്പെരിയാറിലേക്ക് വെള്ളം ഒഴുകി എത്തിക്കഴിഞ്ഞാൽ ഈ ഡാമിന് അങ്ങനെ ഒരു തള്ളൽ വരൂല. ഡാം സുരക്ഷിതമാണ്. ഡാമിന് അങ്ങനെ തള്ളൽ വരില്ല. അഥവാ ഡാമിന് തള്ളൽ വന്നിട്ട് ഒരു സൈഡിൽ ചോർച്ചുണ്ടെങ്കിൽ അടുത്ത സൈഡിൽ വീണ്ടും അതേപോലെ ഭിത്തി കിടക്കുക. മീൻസ് രണ്ട് ലെയർ ഉണ്ട്. അത് മുല്ലപ്പെരിയാറല്ല, ബ്രിട്ടൻ നിർമ്മിതമായ എല്ലാ പവർ ഹൗസുകളും, ഇടുക്കി പാർച്ചുകെട്ടിനും ചെറുതോണി ഡാമിനും പിന്നെ എല്ലാ ഡാമുകൾക്കും നമുക്ക് അങ്ങനെ 2 ലെയർ ഉണ്ട്. അപ്പൊ ഈ ലെയർ മുൻകൂട്ടി അറിയാനാണിത്. ഇപ്പൊ ഈ ഒരു ലെയർ ഇപ്പൊ നിങ്ങളെ ഒരു എന്താ പറയാ, ഒരു ഇന്നർ വിട്ടിട്ടുണ്ട്, ഒരു ഫാൻറ് വിട്ടിട്ടുണ്ട്. ഫാൻറിൽ ചളിയുണ്ടെങ്കിൽ ഇന്നറിൽ നിങ്ങൾ യാത്ര ചെയ്യാം. ഇന്നർ യാത്ര. അതേപോലെ പിന്നെ എമർജൻസി ഓർഡിനറി ഉണ്ട്. അപ്പം ഈ ഡാമിന് വിള്ളലോ ലീക്കോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ വന്നിട്ട് അടുത്ത കെട്ടില് നിൽക്കുന്നത്. ഇത് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ നിങ്ങൾ പറയുന്നത് 100% സേഫ് ആണ്. ഇപ്പൊ നിലവിൽ സേഫ് ആണ്. ഇപ്പം ഇതേപോലെ കാലാവസ്ഥ പോവുകയാണെങ്കിലോ സേഫാണ്. ഇതേപോലെ കാലാവസ്ഥ പോവുകയാണെങ്കിലോ എന്താ പ്രവചിക്കാൻ പറ്റൂല. മുണ്ടക്കൈ സേഫ് ആയിരുന്നില്ലേ? ഇപ്പോഴോ എന്ത് സംഭവിച്ചു? ഇവർ ഉറങ്ങല്ലായിരുന്നോ? ഇവർ ഉണർന്ന് പ്രവർത്തിച്ചു. ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചോ? ഏതാണ്ട് ഞാൻ കോടതി കൊടുക്കുന്നുണ്ട് സാർ. ഇത് കോടതി സ്വമേധയാ കേസെടുക്കണ്ട. ഇത്രയും ദിവസമായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. മുല്ലപ്പെരിയാർ ഇപ്പോൾ അവിടെ നിന്ന് ഒരു ദുരന്തം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യാഘാതം? ഈ പ്രത്യാഘാതം സങ്കല്പത്തിനപ്പുറം. പിന്നെ കേരളം നമുക്ക് ചുരുങ്ങിയ ഇപ്പം മുണ്ടക്കൈ ആപ്പാടെ 150 ആൾക്കാരെത്തുള്ളൂ. ബാക്കി അവർക്ക് ഭ്രാന്തായിട്ടുണ്ട്. അത് ഏത് ഭാഗത്തേക്കാണ് ഇതിന്റെ പ്രത്യാഘാതം കൂടുതൽ പോവുക? മുണ്ടക്കൈ അല്ല, ഞാൻ തൊടുപുഴയ്ക്കാ വരിക. തൊടുപുഴ ഒന്നും ഉണ്ടാവില്ല. തൊടുപുഴ ഉണ്ടാവില്ല. എറണാകുളം, ആലപ്പുഴ അങ്ങനത്തെ ജില്ല. ഇത് അതായത് ഭൂമിയുടെ പിന്നെ എന്താ പറയുക എന്തായാലും ഒരു ഇതുണ്ട്. ഈ ഗർത്തഭാഗങ്ങളിലൂടെ ഉരുൾപൊട്ടലും ജലവും ഇപ്പം ഭൂമിയുടെ ഗർത്തങ്ങളിലൂടെ ഒഴുകുള്ളൂ. ചരിവിലൂടെ ആ ചരിവിലൂടെയുള്ള മുഴുവൻ തള്ളിക്കടൽ കൊണ്ടുപോകും. ഇതിനെന്താ പ്രതിവിധി? എന്താ ഇത് പ്രതിവിധി പറഞ്ഞാൽ, കാരണം ഈ ഒരു നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പൊ സേഫ് ആണ്, പക്ഷെ കാലാവസ്ഥ എങ്ങനെ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഇത് സേഫ് ആക്കാൻ രണ്ട്. ഒന്ന്, ജനങ്ങളെ ശരിക്ക് എപ്പം പറയുന്നുവോ അപ്പം അറ്റൻഷൻ ആകാൻ ജനങ്ങളോട് റെഗുലർ കോണ്ടാക്ട് വേണം. പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടും. നമുക്ക് സമയം കിട്ടും. ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഈ മരം ഇങ്ങോട്ട് മാറിയാൽ ഇങ്ങോട്ട് മാറിയാൽ മതി. ഈ മല മുഴുവൻ ഓടണ്ട. സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാനുള്ള
സെറ്റപ്പ് വേണം ഒന്ന്. അതെ. ഡാമിന് ശരിക്ക് കനത്ത സെക്യൂരിറ്റി വേണം. രാവും പകലും ഡേ ടു ഡേ ഡാമിന് സുരക്ഷിതമായ സെക്യൂരിറ്റി വേണം. ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്സിഡന്റിന്റെ ആഘാതം കുറയ്ക്കാം. ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ ശാന്തമായി മാറ്റാൻ, ജനങ്ങൾ ഒഴിവാക്കാനും ഈ ദുരന്തം വരാതിരിക്കുക സൂക്ഷിക്കാനും ഭരണകൂടം ശ്രദ്ധിക്കുക. ഇവിടെ അതിനൊന്നും സമയമില്ല. ഇവിടെ 1,60,25 ലക്ഷം റുപ്യന്റെ ബസ്സിൽ യാത്ര ചെയ്യണം, യൂറോപ്യൻ ക്ലോസറ്റ് ബസ്സിൽ ഫിറ്റ് ചെയ്യണം, ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്തണം, മാഫിയ നടത്തണം, റിസോർട്ട് നടത്തണം. എത്ര കിട്ടിയിട്ടും മതിയാവുന്നില്ല. എവിടെ പോയാലും മതിയാവുന്നില്ല. IT കമ്പനി വെക്കണം, IT കമ്പനി നടത്തണം. IT കമ്പനി വേണം. ആഴ്ചയിൽ ബ്രിട്ടനിൽ പോയിട്ട് വരണം, ചികിത്സിക്കണം. 1.5 കോടി പിന്നെ ബസ്സാണ് ഇവിടെ. ഞാൻ ഇടതുപക്ഷ പ്രവർത്തന 8 കൊല്ലം മുന്നേ ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന 8 കൊല്ലം മുന്നേ ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നു. DYFIനെ നശിപ്പിക്കുന്നു, SFIനെ നശിപ്പിക്കുന്നു. ആരിഫ് മുഹമ്മദ് പോകാൻ പോകുമ്പോൾ കല്ലെടുത്തെറിയ SFI. ആരിഫ് മുഹമ്മദ് ഗവർണർ ജനറൽ അല്ലേ, നോട്ടിൽ ഒപ്പിടുന്ന വ്യക്തിയല്ലേ. ഈ പിണറായി വിജയനെ പറഞ്ഞുവിടാൻ അധികാരമല്ലേ അയാൾക്ക്? പ്രോട്ടോകോൾ പ്രകാരം അതല്ലേ നിങ്ങൾ പഠിപ്പിക്കണ്ടേ? അയാളെ പോകുമ്പോൾ കല്ലെടുത്തെറിയാൻ പഠിപ്പിക്കണ്ടേ? അയാൾ എന്തിനാ പോണ്? ഇന്ത്യൻ പ്രോട്ടോകോളായല്ലേ യാത്ര ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റാ. നിങ്ങളൊന്ന് എറിഞ്ഞു നോക്ക്. അത് പഠിപ്പിക്കണം നിങ്ങളെ. ഇത് ബിസിനസ് ആക്കുക. സിദ്ധാർത്ഥനെ ജിൻഡോ ജോണിനെ കൊണ്ട് കൊല്ലിക്കുക. എന്നിട്ട് ജിൻഡോ ജോൺ നശിച്ചു, സിദ്ധാർത്ഥൻ നശിച്ചു. ഈ 2 കുടുംബം കൊള്ളയടിക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ജനങ്ങൾ ഉണരും. ഞാൻ കണ്ണൂരിലുള്ളവരോട് കൈകൂപ്പി പറഞ്ഞു, രാഷ്ട്രീയ നവംശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ തല്ലി മരിക്കരുത്. രാഷ്ട്രീയ നവംശങ്ങൾ നിങ്ങൾ തിരിച്ചറിയാം. അവിടെ വെട്ടാൻ വെച്ചിരിക്കുന്ന RSSകാരനെ ഞാൻ രാത്രി കൊണ്ടുവന്നിട്ടുണ്ട്, രാത്രി പൊക്കിയിരുന്നു. എൻ്റെ അപ്പം ഇന്നോവ ഇട്ടിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ? ജനങ്ങൾ ഉണരുന്നുണ്ട്, മെല്ലെ ഉണരുന്നുണ്ട്. ഇവര് മന്ദബുദ്ധികളും മഹാശക്തികളും ഇവര് ആഞ്ഞടിച്ചാൽ ഇല്ല. സുപ്രീം പവറാ അവര്. സുപ്രീം കോടതി അവർക്ക് വേണ്ടിയാ. കര, നാവിക, വ്യോമ. ഇപ്പൊ മലപ്പുറത്ത് നിന്ന് 1000-1500 ആൾക്കാർ വരിക അങ്ങോട്ട്. ഞങ്ങൾക്ക് ഈ പൊതു സ്ഥാനം കാണണം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടുന്ന് ഫോഴ്സിനെ കൊണ്ടു സാറേ ഒന്നിച്ച് വരിക. ഞങ്ങൾ ആരാണ്, ഞങ്ങൾക്കിത് കാണണം. വരിയായിട്ടൊന്ന് കണ്ടാൽ മതി. ഒരു ചെറിയൊരു മത്സരം, നമുക്ക് ചെറിയൊരു എക്സിബിഷൻ നടത്താം. ഇത് ഞങ്ങൾക്കൊന്ന് കാണണം. കേരളമാണ്. നിങ്ങളൊന്ന് തടുക്കി 1000 ആൾക്കാർ അല്ലെ 14 ആൾക്കാർ 10 വണ്ടിയിൽ ഇങ്ങോട്ട് വരികയാണ്. പോലീസിന് മാറാം, അല്ല വെടിവെച്ച് ഞങ്ങളെ കൊല്ലും. ഞാൻ വരാം മുന്നിൽ. എൻ്റെ നെഞ്ചിൽ വെടിവെട്ട് നിങ്ങൾക്കുള്ളൂ സാർ. ഞങ്ങൾക്കൊന്നും കാണണം. ഞങ്ങൾ വരിയായിട്ട് ഞങ്ങൾ ഈ DNO എടുത്ത് തിന്നുന്നൊന്നുമില്ല. ഞങ്ങൾ തിന്നിട്ട് ശീലമല്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, മാംസം കഴിക്കുന്നുണ്ട്. അത് മനുഷ്യ മാംസം കഴിച്ച ശീലമല്ല. ജീവികളുടെ മാംസം, കോഴീൻ്റെതും ആടിൻ്റെതും പിന്നെ പശുവിൻ്റെതും പോത്തിൻ്റെതും മൂരിൻ്റെയൊക്കെ നമ്മൾ തിന്നുന്നുണ്ട്. അതേ തിന്ന് ശീലമുള്ളൂ. അത് സെയിമാണ് താനും. മാംസം ആന മാറ്റുന്നില്ല, പക്ഷേ വേറെ പേരിന് മാറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ പ്രോട്ടോകോൾ പ്രകാരം ഞങ്ങൾ കാണട്ടെ. ഇവൻ്റെ ആർക്കാ ഇന്നലെ വന്ന് ഞാൻ പറഞ്ഞ ഞാൻ സാറേ ഞാൻ ഇപ്പം മൗനം പാലിക്കണതാണ് ഏറ്റവും നല്ലത്. മൗനം പാലിക്കണം.